ജനവിധിയെ അറിയാൻ ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേയുള്ളൂ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കുന്നു. 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങുന്നതെങ്കിലും പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തീരുന്നതിന് മുമ്പ് തന്നെ അരമണിക്കൂറിന് ശേഷം തന്നെ EVM-ലെ വോട്ടുകളും എണ്ണും. ജനവിധി അറിയാൻ ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ്. കോൺഗ്രസ് പ്രതിനിധി ദുൽകിഫിൽ ചേരുന്നുണ്ട്. ദുൽകിഫിൽ, കേരളത്തിൽ താമര വിരിയുമോ? ഒരിക്കലും വിരിയില്ല. ആദ്യമായി കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഒരു പ്രതീക്ഷയുടെ, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അറുതി വരുത്തിക്കൊണ്ട് ഒരു ജനാധിപത്യത്തിൻ്റെ വസന്ത ദിനമായി ഇന്ന് മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. ദുൽകിഫിൽ, കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ തവണ 19 സീറ്റിൻ്റെ വലിയൊരു ആധിപത്യം UDF-നുണ്ടായിരുന്നു. എന്തായാലും അത് ഇപ്രാവശ്യം നിലനിർത്താൻ കഴിയില്ലെന്നാണ് വിവിധ എക്സിറ്റ് പോളുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. അതിനൊന്നും ഈ എക്സിറ്റ് പോളുകൾക്ക് ഇനി വലിയ ആയുസില്ലെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ആ ഒരു സാഹചര്യം മാറിയെന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് ഉൾക്കൊള്ളുന്നുണ്ടോ? അല്ല, എക്സിറ്റ് പോളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിന് ആ എക്സിറ്റ് പോളുകൾക്ക് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉള്ളൂ. അല്ല, മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉള്ളൂ. 8:30 തന്നെ ആദ്യ ഫലസൂചനകൾ പുറത്തു വരും. ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരുന്ന ഒരു വലിയ റിസൾട്ട്, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ ഘടകകക്ഷികൾക്കും 20-ൽ 20 സീറ്റും ലഭിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ 2 പ്രതിനിധികൾ സൂചിപ്പിച്ചു. അതിൽ ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ സൂചിപ്പിക്കാറുള്ളൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2 പ്രതിനിധികളും ഒരേ തൂവൽ പക്ഷികളെ പോലെയാണ് പ്രവർത്തിച്ചത്. ഇന്ത്യ മുന്നണിക്കുണ്ടാകുന്ന ഒരു തരത്തിലുള്ള മുന്നേറ്റത്തിനും, അത് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷത്തിലുള്ള LDF-നോ അതേപോലെ തന്നെ അവരുടെ ഘടകകക്ഷികൾക്കോ ഒരു തരത്തിലുള്ള പങ്കുമില്ല. ഇന്ത്യ രാജ്യത്ത് BJP സ്വീകരിച്ച അതേ നയം തന്നെയാണ് കേരളത്തിലും CPM നേതൃത്വത്തിലുള്ള LDF സ്വീകരിച്ചത്. ഒരു കോൺഗ്രസ് മുക്ത കേരളത്തിന് വേണ്ടിയിട്ടാണ് CPM ഇവിടെ ശ്രമിച്ചത്. അതിനുള്ള തിരിച്ചടിയും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങൾക്കില്ല. തിരിച്ചെത്താം. ശ്രീജിത്ത് പണിക്കർ തുടരുന്നുണ്ട്. ശ്രീജിത്ത് പണിക്കർ, ഈ ഫലം എന്തായാലും നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അത് കേരളത്തിലെ 3 മുന്നണികളിലും ചലനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.